തെറ്റത് എന്നിലല്ലേ ഹരിയേട്ടാ? ജീവിതം പോലും പകുത്തു പോയവരാ ഞങ്ങള്. എല്ലാം ഞാൻ കാരണം. ഒക്കെ ശരിയാവും, ശരിയാവും. കരയില്ലേ നീ? സാറേ, വണ്ടി വന്നു. ഞാൻ പോവാ. അമ്മണിമേ, എന്താവശ്യം വന്നാലും ആ സെക്കൻഡിൽ അറിയിക്കണം. ഫോൺ മറന്നു വെച്ചിട്ട് പോകരുത്. ഇനി ആബദ്ധം പറ്റില്ല സാറേ. ഹരിയേട്ടാ, എന്തേത്? ഇത് നിനക്കുള്ളതല്ലേ? പഴയ പതിവുകളൊന്നും തെറ്റിക്കണ്ട നമുക്ക്. ഇത് മാനസയുടെ പങ്കാ. ഞാൻ അവൾക്ക് വേറെ വാങ്ങിക്കൊടുത്തോളാം. വേണ്ട, ഇത് തന്നെ കൊടുക്കണം. തരുന്നത് ഞാനാണെന്ന് അവൾക്ക് അറിയില്ലല്ലോ. അവള് കഴിച്ചോളും. അത് മതി എനിക്ക്. നിന്നെ പോലെ നീ മാത്രമേ ഉള്ളൂ മോളെ. ഒരായുസിന്റെ പുണ്യം അത്. അയ്യോ, വേണ്ടായിരുന്നു. സാരമില്ല, ഒരു ചായ കുടിച്ചെന്ന് വെച്ചിട്ടേ ആകാശം ഇടിഞ്ഞു വീഴാണെങ്കിൽ വീഴട്ടെ. മാഡം ഇപ്പൊ ഹോസ്പിറ്റലിൽ പോവാറില്ലേ, അതോ ജോലി വിട്ടോ? ഏയ്, വല്ലപ്പോഴും പോവും. എന്നെ ചേട്ടൻ മാഡം എന്നൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാ മതി. ഹരിസാർ ഇപ്പൊ വരൂ? അറിയില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫാ. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഇതിന്റെ കൈ തന്നേക്ക്, ഞാൻ കൊടുത്തോളാം. അയ്യോ, നേരിട്ട് കൊടുക്കണമെന്നാ ഓർഡർ. ഈ ഇടയായി ഹരിസാർ ഓഫീസിൽ വരവ് കുറവാ. അതും തോന്നുന്നു നേരത്ത്. വന്നാൽ എപ്പോഴും ഒരേ ചിന്തയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫോൺ വരും. അപ്പൊ ഒറ്റ പോക്കാം. ഞാൻ പറഞ്ഞൊന്നും സാർ അറിഞ്ഞേക്കല്ലേ, എന്റെ പണി പോകുന്ന കേസാ. അതിനെ പറഞ്ഞു കൊടുക്കാനും മാത്രം ചേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തൊരു സ്മാർട്ടായിരുന്ന ആളാ ഹരിസാറ്. ഇപ്പൊ ആകെ നനഞ്ഞ മാതിരിയാ. സാറ് കാര്യമായിട്ട് എവിടെയോ കുരുങ്ങിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പോലീസുകാരായതുകൊണ്ട് വെറുതെ തോന്നുന്നതാ. അങ്ങനെയൊന്നുമില്ല. ഇത് സാറിനെ നേരിട്ട് കണ്ട് തരാൻ പറഞ്ഞു. പിന്നെ ഉടനെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വരാൻ പറഞ്ഞു AGP സാർ. ഫയൽ ഡ്രൈവറെ ഏൽപ്പിച്ചേരും സാർ. എവിടെയായിരുന്നു ഹരി? എനിക്ക് പല സ്ഥലത്തും പോകേണ്ടി വരും. അതൊക്കെ നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. വേണ്ട, ഹരി എവിടെ പോയിട്ട് വന്നാലും എത്ര വൈകി വന്നാലും ചോദിച്ചിട്ടില്ല ഞാൻ ഇതുവരെ. പക്ഷേ ഓഫീസിൽ ചെല്ലുന്നില്ല എന്നറിഞ്ഞു. വീട്ടിൽ നിൽക്കാറില്ല, ഡ്യൂട്ടിയിൽ ശ്രദ്ധിക്കുന്നില്ല. ആ സ്ഥിതിക്ക് ഭർത്താവ് എവിടെ പോയി എന്ന് തിരക്കേണ്ടത് ഒരു ഭാര്യയുടെ കടമയാ. കടമയല്ല, അധികാരം. ഭാര്യ പദവി അലങ്കരിക്കുന്നു എന്നുള്ള അഹങ്കാരം. അഹങ്കരിച്ചിട്ടില്ല ഇതുവരെ, പക്ഷേ അഭിമാനിച്ചിരുന്നു SP ഹരിശങ്കറിന്റെ ഭാര്യയായതിൽ. പക്ഷേ ആ അഭിമാനത്തിന് മുറിവേറ്റു തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. നിങ്ങൾ എന്റെ മുന്നിൽ നിഴൽ നാടകം ആടി തുടങ്ങിയ അന്നു മുതൽ. ഞാൻ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? എന്തിനും സംശയം കണ്ടെത്താനും ക്രോസ് വിസ്താരം നടത്താനും ഇങ്ങനെ പരിഹസിച്ച് സംസാരിക്കാനും എവിടുന്ന് പഠിച്ചു നീ? ഒരുമാതിരി വിവരം കേട്ട നാലാംകിട പെണ്ണുങ്ങളെ പോലെ. മാനസേ, മാനസേ,
എന്താ ഹരിയേട്ടാ? ദാ നിനക്കേ ഒരാള് തന്നയച്ചതാ. ആര്? നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാള്. അതാരാ എന്നെ സ്നേഹിക്കുന്ന ഒരാള്? അതൊക്കെ ഉണ്ട്. സമയമാവുമ്പോ ആ ആള് നിന്റെ അടുത്ത് വരും. എന്തു പറ്റി മോളെ നിനക്ക്? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വന്നാ അതും തട്ടിപ്പറിച്ച് ഈ വീട് മുഴുവൻ ഓടി നടക്കുന്ന ആളാ. ഇതിപ്പോ പേരിന് മാത്രം ഒരു പുഞ്ചിരി. ഹരിയേട്ടാ, ഛേ, ഏട്ടൻ ചുമ്മാ പറഞ്ഞല്ലേ. നിന്നെ ഞാൻ ഈ അവസ്ഥയിലെങ്ങാനും പഴയ പോലെ ഇവിടെ ഇട്ട് ഓടിച്ചു എന്നറിഞ്ഞാലേ ദാ ഇതിനുള്ളിലെ ചെക്കൻ പുറത്തു വന്ന് കഴിയുമ്പോ അവൻ എനിക്കിട്ട് ചവിട്ടും. ഗർഭിണിയായിരിക്കും അവന്റെ അമ്മയെ ഇവിടെ ഇട്ട് ഓടിച്ചതിന്. ചെക്കന എനിക്ക് ഉറപ്പാ. ആ ദാ ഇതാണ് എന്റെ മാനസയുടെ ചിരി. എന്റെ നെഞ്ചത്തും തോളത്തും കിടന്ന് വളർന്ന പെണ്ണ. ദാ ഇപ്പൊ വളർന്നങ്ങ് അമ്മയായി. വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാലം ഇത്ര സ്പീഡിലാണോ പോകുന്നേ? പണ്ട് ഞാനും മൈനയും നീയും കൂടി സൈക്കിളിൽ പഠിപ്പിക്കാൻ ഇറങ്ങിയ സംഭവം ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത്. ചായ. ആദ്യം സൈക്കിളിൽ കയറണമെന്ന് വാശിയിലായി ഇവൾ. അതല്ലെങ്കിലും വാശിയുടെ കാര്യത്തിൽ ഇവളാണല്ലോ ഫസ്റ്റ്. മൈന ഒരു പാവം. അവള് ഹരിയേട്ടാ, അവളെ കുറിച്ചൊന്നും ഇവിടെ ഇപ്പൊ സംസാരിക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് സന്തോഷമായി ഹരിയേട്ടാ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഏട്ടൻ എനിക്കാ എന്തെങ്കിലും ഇതുപോലെ വാങ്ങിയിട്ട് വന്നിട്ട് ഇങ്ങനെ അടുത്ത് നിർത്തി എന്നോട് മിണ്ടുന്നത്. മോളെ, ഹരിയേട്ടൻ പരാതി പറഞ്ഞതല്ല. ഞാൻ എന്താവശ്യപ്പെട്ടാലും എനിക്കത് എന്റെ ഏട്ടൻ കൊണ്ടുതരുമെന്ന് എനിക്കറിയാം. പക്ഷേ പേടിയായിരുന്നു ഹരിയേട്ടൻ എന്നെ ഇന്ന് അകന്നു പോയി കാണുമെന്ന്. ഗൗരി, അവള് പറഞ്ഞ നീ കേട്ടോ? ശരിയാ. ഹരി ഞങ്ങളിൽ നിന്ന് ഒരുപാട് അങ്ങ് അകന്നു പോകുന്നു. അകന്നു പോവുകയോ? ഞാനോ? അതിനെനിക്കാവോ ഗൗരി? കൈവെള്ളിയിൽ വാരിയെടുത്ത് പിടിച്ച ജീവിതം വിരൽ വിടവിലൂടെ ഒഴിഞ്ഞു പോവാതിരിക്കാൻ പാടുപെടുകയാ ഞാൻ. എന്താ ഹരിയിൽ നിന്നും കൊഴിഞ്ഞു പോയത്? ഹരിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്കൊരു മകളുണ്ട്, സഹോദരിയുണ്ട്, ഭാര്യയുണ്ട്. മാനസ് പറഞ്ഞതുപോലെ ഹരിയാണ് അകലുന്നത്. നിനക്ക് എന്താ ഗൗരി? എന്തൊക്കെയോ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നീ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നതും പെരുമാറുന്നതും. ആ പറഞ്ഞത് ഒരു വട്ടം കൂടി എന്റെ മുഖത്ത് നോക്കി പറയാനാവോ ഹരിക്ക്? ആരാ ഹരി ഉള്ളിൽ പലതും ഒളിച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്നത്? ഞാനാണോ? പറയൂ. ഹരി ഈ ചെയ്യുന്നത്. സ്റ്റോപ്പ് ഇറ്റ്. ഈ സംസാരം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം പ്ലീസ്. എനിക്ക് സംസാരിക്കണം. ഞാൻ ഹരിയുടെ ഭാര്യ. ഐ സെഡ് സ്റ്റോപ്പ് ഇറ്റ്. ഭാര്യയാണ് നീ, പക്ഷെ എന്നെ ക്രോസ് ചെയ്യാൻ വരരുത്. ഹലോ. ഏയ്, എന്താ ഉറങ്ങിപ്പോയോ? സോറി, അറിയാണ്ടങ്ങ് ഉറങ്ങിപ്പോയതാ. എന്തായാലും നല്ല ഭംഗിയുണ്ട് മനസ്സ് ഉറങ്ങുന്ന കാണാൻ. ഓ, അതേ വല്ലോം കഴിക്കണ്ടേ? സമയം ഒരുപാടായി. എനിക്ക് വേണ്ട. ആഹാ, അത് പറ്റില്ല. അതേ മാനസിക്ക് വേണ്ടായിരിക്കാം, പക്ഷേ ദാ ഇതിനകത്തുള്ള ആൾക്ക് വേണം. എണീച്ചേ, വാ. എണീക്ക് മാനസാ, വാ. ഏട്ടനെ എടുത്തി ഒന്നും കഴിച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ഒച്ചയനക്കൊന്നും കേൾക്കുന്നില്ല. ആഹാ, ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? ഹരിയേട്ടൻ വാങ്ങി തന്നതാ?
അതെ, ഈ ടൈമിൽ ഇതൊക്കെ കഴിക്കുന്നത് ബെസ്റ്റാട്ടോ. എനിക്ക് വേണ്ട അതൊന്നും. ഞാൻ കഴിക്കണമെങ്കിൽ സിദ്ധു വാങ്ങി തന്നാ മതി. അതെന്താ ഹരിയേട്ടൻ കൊണ്ടുവരുന്നത് കഴിച്ച? വെറുതെ വാശി കാണിക്കല്ലേ മനസ്സേ. നീ ഇതിന്ന് ഒരെണ്ണം പോലും കഴിച്ചില്ല എന്നറിഞ്ഞ ഹരിയേട്ടനത് വിഷമാവില്ലേ? എന്തിനാ ആ പാവത്തിന് വെറുതെ? ഹരിയേട്ടൻ എന്ത് വാങ്ങി തന്നാലും പാതി അവൾക്കായിരുന്നു, മൈനയ്ക്ക്. ഹരിയേട്ടൻ ഇന്നിതെന്റെ കൈ വെച്ച് തന്നപ്പോഴും ഞാൻ ആദ്യം ഓർത്തത് അവളെയാ. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് വെറുപ്പാ. എനിക്കിത് വേണ്ട. അവളെ ഓർമ്മ വരുന്നതൊന്നും മാനസ കൈകൊണ്ട് തൊടില്ല. അത്രയ്ക്കുണ്ട് എനിക്ക് അവളോടുള്ള വെറുപ്പ്. ഹരിയേട്ടാ, ഹരിയേട്ടാ, ഇതെന്താ ഇവിടെ നിന്ന് ഉറങ്ങുന്നേ? വെറുതെ ഇരുന്നതാ, ഉറങ്ങിപ്പോയി. ഏട്ടനിത് എന്താ പറ്റിയേ? തനിച്ച് ആരോടൊന്നും മിണ്ടാതെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ മാത്രം? ഏയ്, ഒന്നുമില്ല. ഭക്ഷണം കഴിക്കണ്ടേ? നേരെ എത്ര ആയിന്നാ? വാ, എഴുന്നേക്ക്. ഇന്നിനി ഒന്നും വേണ്ട, ഭയങ്കര ക്ഷീണം. നിങ്ങൾ കഴിച്ചോളൂ. അത് പറ്റില്ല. ഏട്ടൻ തന്നെയാ പറയാറ്, അത്താഴം ഉണ്ണാതെ ഈ വീട്ടിൽ ആരും ഉറങ്ങരുതെന്ന്. ഏട്ടൻ ചെന്ന് ഗൗരിയേച്ചിയും വിളിച്ചോണ്ട് വാ. പാവം ഇന്ന് ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഗൗരിയേച്ചിക്ക്. ആ പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ ഹരിയേട്ടനാവരുത്. അയാൾ ഈശ്വരൻ പൊറുക്കില്ല ഈ കുടുംബത്തോട്. ചെല്ല് ഹരിയേട്ടാ, ഗൗരിയേച്ചിയും വിളിച്ചോണ്ട് വാ. സിദ്ധു ഒന്നും കഴിച്ചിട്ടില്ല. ദേ, ഏട്ടനും ഏട്ടത്തെയും കഴിക്കാൻ വന്നില്ലെങ്കിൽ ഞാനും ഇന്നൊന്നും കഴിക്കില്ല. മോൾക്കോലും കൊടുത്തായിരുന്നോ? ഇല്ല. കുട്ടികളെ പട്ടിണി കിടത്തുന്ന ക്രൂരമാണ്. എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് കുഞ്ഞിനോട് തീർക്കണ്ട. വിവരവും വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ് ഗൗരി, ഒരു പ്രൊഫഷണലാണ്. നിലവാരം ഒത്തിരി ഒന്നും താഴേക്ക് പോകരുത്. വാ, വന്ന് ഭക്ഷണം കഴിക്കേ. എനിക്ക് നല്ല വിശപ്പില്ല. ഗൗരി ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലെന്ന് മാനസ പറഞ്ഞു. മാനസ് പറഞ്ഞിട്ടാണെങ്കിലും എന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ. സന്തോഷം. ഗൗരി, വെറുതെ വാശി പിടിക്കല്ലേ. നമ്മൾ ചെല്ലാതെ മാനസ ഒന്നും കഴിക്കില്ല. ഒന്നുമില്ലല്ലോ, നീ ഒരു ഡോക്ടറല്ലേ. അവൾ ഈ അവസ്ഥയിൽ ഭക്ഷണം കഴിക്കാതിരുന്നുള്ള പ്രോബ്ലം മറ്റാരെക്കാളും നിനക്ക് മനസ്സിലാവില്ലേ? എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോ ഞാൻ സന്തോഷിച്ചതാ. എപ്പോഴാ മനസ്സിലായത് ഞാൻ കഴിക്കുന്നതിന് വേണ്ടിയല്ല, മാനസ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന്. എന്തിനു വേണ്ടിയ ഗൗരി നീ ഇങ്ങനെയൊക്കെ? നീ വാ, ഇഷ്ടമല്ലെങ്കിൽ കഴിക്കണ്ട. വെറുതെ ആ കുട്ടികളുടെ മുമ്പിൽ തരം താഴ്ന്ന് പോകണ്ട. അകം വേകുന്നത് പുറമറിയാതിരിക്കാനെങ്കിലും നീ വാ.
ഇതെന്താ ഈ ലോകത്തൊന്നും അല്ലേ? എടുത്തിരിക്ക്. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. ഈ ഗൗരി എടുത്ത് MBBS എടുത്തത് വെറുതെയാ. വല്ല ഹോം നഴ്സിംഗോ കുക്കിംഗ് മാനേജ്മെന്റോ പഠിച്ചാ മതിയായിരുന്നു. അതൊക്കെയല്ലേ ഇപ്പൊ ഇവിടുത്തെ പരിപാടി. കേട്ടോ ഹരിയേട്ടാ, ഇപ്പൊ എടുത്തേക്ക് പുതിയൊരു അസുഖം കൂടി തുടങ്ങിയിട്ടുണ്ട്. മൗനവ്രതം. വല്ലപ്പോഴുമേ മിണ്ടോ, തോന്നിയാലേ ചിരിക്കൂ എന്നൊക്കെ ആയിരിക്കും കക്ഷി. ഹരിയേട്ടൻ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു. എവിടേക്കാ? കഴിച്ചിട്ട് പോയാ മതി. ഇവിടെ മനസ്സേ, കഴിക്കണോ വേണ്ടിയൊന്ന് ഞാൻ തീരുമാനിച്ചോളാം. മോള് കഴിക്കും. ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചോളും. കൊച്ചു കുഞ്ഞൊന്നുമല്ലോ വാരി കൊടുക്കാൻ. ഒരു കാര്യത്തിൽ മോള് ഭാഗ്യവതിയാ. ഇങ്ങനെ ഒരു ഏട്ടനുണ്ടല്ലോ, എന്തു പറഞ്ഞാലും സാധിച്ചു തരുന്ന ഒരു ഏട്ടൻ. 3 മക്കളെ പെറ്റതാ ഞാൻ. നിറവേറും താണ്ടി ഒരിറ്റ് കഞ്ഞിവെള്ളത്തിന് തെണ്ടി നടന്നിട്ടുണ്ട് ഞാൻ. അതൊരു കാലം. എത്ര മക്കളുണ്ടായിട്ടെന്താ, ഒടുക്ക എന്റെ കൂട്ടിന് നിങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളൂ. ആഹാ, മോളിവിടെയെങ്ങും അല്ലേ? അപ്പൊ ഞാനീ പറഞ്ഞതൊക്കെ ആരോടാ? എപ്പോഴും എന്തോ നീ ഓർത്തോണ്ടിരിക്കുന്നേ ഇങ്ങനെ കണ്ണു നിറഞ്ഞ്? കുറച്ച് ഓർമ്മകളെ ഉള്ളൂ അമ്മണിയമ്മേ സമ്പാദ്യമായിട്ട്. ദേ, കരയിക്കരുത്, വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് ഹരിസാർ പോയത്. പാവം, അതിനെ വിഷമിപ്പിക്കരുത് കുഞ്ഞെ. നിങ്ങളുടെയൊക്കെ കണ്ണൊന്ന് നിറഞ്ഞു എന്നറിഞ്ഞ പൊടിയുന്നത് ആ മനസ്സാ. ഹരിയേട്ടനെ കുറിച്ച് ഓർക്കുമ്പോഴാ എന്റെ കണ്ണ് നിറയുന്നത് അമ്മണിയമ്മേ. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു ഏട്ടനാ അത്. ആ മനസ്സിലേക്ക് തീക്കനൽ വാരിയിട്ടത് ഞാനാ. എന്നിട്ടും കൈവിട്ടില്ല, വിടില്ല. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ആരൊക്കെ അപമാനിച്ചാലും കരയിലെ മോളെ. എന്റെ ഹരിയേട്ടന് സങ്കടമാവൂലെന്ന് ഓർത്തിട്ട. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇപ്പൊ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു.